Hi all, good evening and welcome back and very warm welcome to second year MITC. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സ്ട്രീമാർക്കും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് സ്ട്രീമാർ രണ്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയിലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വിഭാഗം കൂടിയാണ്, ബിക്കോസ് ഐ എം എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. എനിക്ക് കുറെ കൂടെ ഞാൻ നോട്ട്സ് ഒക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഞാൻ ചെയ്യുന്ന തെറാപ്പിയും ഞാൻ ചെയ്യുന്ന മെത്തേഡ്സ്, ഇപ്പൊ കേസ് ഹിസ്റ്ററി ആയിക്കോട്ടെ MSc ആയിക്കോട്ടെ, ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സിലബസ്, ഞാൻ കാലിക്കറ്റിനും MGക്കും ഒക്കെ ക്ലാസ് എടുക്കാറുണ്ട്, പക്ഷെ വൃത്തിയുള്ള സിലബസ് കാണുന്നത് ഇഗ്നോയിലാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ MAPC 0 to 1 കൗൺസിലിംഗ് സൈക്കോളജിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും കേട്ടതാണ് 6 മാസം കൊണ്ട് സൈക്കോളജിസ്റ്റ് ആവാം, 3 മാസം കൊണ്ട് സൈക്കോളജിസ്റ്റ് ആവാം, വീട്ടിലിരുന്ന് സൈക്കോളജിസ്റ്റ് ആവാം. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കാം, നമ്മുടെ 5 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കേസാണോ എന്നുള്ളത്. കൗൺസിലിംഗ് ആർക്കും ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, അതായത് സൈക്കോതെറാപ്പി. ഇപ്പൊ ഒരു ബ്രേക്കപ്പ് ആയിട്ട് ഇരിക്കുന്നവൾ സാരല്ലേടാ പോട്ടെ, അവള് പോവാണെങ്കിൽ പോട്ടെ, അവൻ പോവാണെങ്കിൽ പോട്ടെ, അവൻ പോയ അവന്റെ മുത്തപ്പ, നീ വെറുതെ വിഷമിക്കല്ലേ, നീ ഇത്രയും ഭംഗിയും പഠിപ്പൊക്കെ ഉള്ളല്ലോ, നിനക്ക് വേറെ ആളൊക്കെ കിട്ടുമെന്ന് പറയുന്നതും ഒരു തരത്തിൽ കൗൺസിലിംഗ് ആണ്. പക്ഷേ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഇസ് ഡിഫറെന്റ്. അതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. അതായത് നമ്മളൊരു എന്താ പറയാ, ഒരു രോഗത്തിന് റെമഡിയൽ ആയിട്ട്, അല്ലെങ്കിൽ ആ രോഗി അല്ലെങ്കിൽ ആ ക്ലയന്റിനെ എന്താ പറയാ, ആ പ്രശ്നം പരിഹരിച്ച് വേറെ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അത് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ വ്യാജമാർ ആരെങ്കിലും ഒക്കെ പറയും 3 മാസം കൊണ്ടൊക്കെ ഞാൻ വിളിച്ചിട്ട് വയ്ക്കും, നിങ്ങൾ എങ്ങനെയാണ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ അസസ് ചെയ്യാറ്, തോട്ട് പ്രോസസ്സിലെ നിയോലോഗിസം എന്താണ്, അല്ലെങ്കിൽ ജീനോഗ്രാമില് ട്വിൻസിനെ എങ്ങനെയാണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുക, നോൺ ഐഡന്റിക്കൽ ട്വിൻസിനെ നിങ്ങൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണ് അവരുടെ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി എടുക്കുക, പ്രീമോബിഡ് പേഴ്സണാലിറ്റി എന്താണ്, ഇങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ല, എന്തായാലും അറിയില്ല. അപ്പൊ അവർ തപ്പുന്ന സമയത്ത് ഇതൊക്കെ അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് എന്ത് പ്രശ്നമാണെന്ന് അനലൈസ് ചെയ്യുക എന്ന് ചോദിക്കുന്നിടത്ത് സ്റ്റോപ്പ്. ഇതാണ് നമ്മൾ ചെയ്യുക. വ്യാജന്മാരോടൊന്നും നമ്മൾ അടിക്കി പിടിക്കൊന്നും പോകില്ല, കാരണം അവർ കൗൺസിലിംഗേ പറയുന്നുള്ളൂ. പിന്നെയും ഞങ്ങള് കുറച്ചുകൂടി സൈക്കോളജി എന്നുള്ള വാക്ക് വെക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക. വെറും കൗൺസിലിംഗ് പഠിപ്പിക്കാം എന്നൊക്കെ ആണെങ്കിൽ ഞങ്ങളൊന്നും പറയാറില്ല. കാരണം മാറ്റം വരണമെങ്കിൽ നല്ല മെനക്കെട്ട പണിയാണ്. കാരണം 12ഓളം വരുന്ന കേസ് ഹിസ്റ്ററി കാണിച്ചു തരാം. 12ഓളം പേജ് വരുന്ന കേസ് ഹിസ്റ്ററി ഒന്ന് വിടാതെ, ലൈക്ക് മെയിൻ 2 to 3 സെഷൻസ് എടുത്തിട്ടാണ് ഞാൻ കാണിച്ചത്. 12 പേജ് വരുന്ന കേസ് ഹിസ്റ്ററി ആണ് ഇത്. 2 to 3 സെഷൻ എടുത്തിട്ടാണ് നമ്മൾ ഫിൽ ചെയ്യുക. എന്നിട്ട് അവരെ കൊണ്ട് തെറാപ്പിയിലേക്ക് എത്തിക്കുകയും, ഇതിപ്പോ ഒരു വീക്കിന്റെ തെറാപ്പി ഷീറ്റാണ്, ഇത്രയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അത് ഒത്തിരി ഡെഡിക്കേറ്റഡ് ആയിട്ട്, പാഷനേറ്റ് ആയിട്ട്. കാരണം കൗൺസിലിംഗിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 1 മണിക്കൂറിൽ നമുക്കാകെ വാ തുറക്കാൻ പറ്റുന്ന 15 മിനിറ്റാ. ബാക്കിയുള്ള സമയം ക്ലയന്റിനെ കൊണ്ട് സംസാരിപ്പിക്കണം, അവരുടെ ഉള്ളിൽ നിന്നുള്ളത് കിട്ടണം. കിട്ടിയിട്ട് അത് അവർ പറയുന്നത് വെച്ച് നമ്മുടെ ടെക്നിക്കൽ ടേംസിലേക്കും നമ്മുടെ കേസ് ഹിസ്റ്ററിയിലേക്കും MScയിലേക്കും മാറ്റി എഴുതണം. അവരുടെ ഓരോ നീക്കവും അസസ് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. എന്നിട്ടാണ് ഒരു ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്താം. എന്നിട്ട് റെമഡിയൽ ആയിട്ടാണ് കൊടുക്കുക. സോ ഇറ്റ്സ് വെരി ഡിഫറെന്റ് പാർട്ട്. ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പാഷനേറ്റ് ആവണം, സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യാം, പക്ഷെ നല്ല പാഷനേറ്റ്. അപ്പൊ കൗൺസിലിംഗ് സൈക്കോളജി MAPC 0 to 1. ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ. ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ഉള്ളത്. അതിൽ ആദ്യം ഡെഫിനിഷൻ ഓഫ് കൗൺസിലിംഗ് ആണ് വരുന്നത്. Counseling is distinguished from other mental health disciplines by both its history and its emphasis. ബാക്കിയുള്ള മെന്റൽ ഹെൽത്ത് ഡിസിപ്ലിനിൽ നിന്ന് കൗൺസിലിംഗ് കുറച്ച് വിട്ടു മാറിയിട്ടാണ്, അതിന്റെ ഹിസ്റ്ററി ആയിക്കോട്ടെ, അതിന്റെ എംഫസിസ് ആയിക്കോട്ടെ മാറിയിട്ടാണ് കിടക്കുന്നത്. It focuses on development and the prevention of serious mental health problems through education and short-term treatments. കണ്ടോ, കൗൺസിലിംഗ് എന്താ ചെയ്യുന്നത്? പ്രിവെൻഷൻ ആൻഡ് ഡെവലപ്മെന്റ്.
കേട്ടോ, ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം. കേട്ടോ, രണ്ടും നോക്കുന്നുണ്ട്. ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, എന്തിലൊക്കെ കൂടെ നമ്മൾ നോക്കുന്നത്. ഒന്നെങ്കിൽ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ നിങ്ങളൊക്കെ എന്താ സൈക്കോ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ അടുത്തൊരു ക്ലയന്റ് വന്നായിരുന്നു. ആ ക്ലയന്റ് പറഞ്ഞത്, മാഡം എനിക്ക് ഭയങ്കര ആൻസൈറ്റി പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ കേസ് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ അബ്രോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്ച്വലി അവിടെ ജോയിൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ജോയിൻ ചെയ്യുന്നവരെ വേറൊരാളായിരുന്നു പോലും അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരൻ ഒരു വണ്ടി ഓടിച്ചപ്പം അയാളുടെ കസ്റ്റമേഴ്സ് പോലും ഇയാളുടെ അടുത്ത് വരാൻ തുടങ്ങിയെന്ന്. അത് ഇയാൾക്ക് നല്ല കച്ചവടം കിട്ടാൻ തുടങ്ങിയെന്ന്. അപ്പോൾ മറ്റേ ആളടുത്ത് ആരും പോവാതെയായി. മറ്റേ ആളടുത്ത് പോകുന്നതിന് 75% ആളുകളും ഈ ആളെ, നമ്മുടെ ക്ലയന്റിനെ ആശ്രയിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പം ആളുകൾ പറഞ്ഞു തുടങ്ങിയല്ലോ, അയാൾ ഭയങ്കര സാധനമാണ്, അയാൾക്ക് കുറെ കുറുക്ക് വിദ്യകളുണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ആള് നാട്ടിൽ പോയിരുന്നു, അതായത് നമ്മുടെ ഈ ക്ലയന്റ് ഓപ്പോസിറ്റ് ഉള്ള ആള് നാട്ടിൽ പോയിരുന്നല്ലോ. നാട്ടിൽ പോയി തിരിച്ചു വരുന്ന 2ാമത്തെ ദിവസം ഈ പയ്യൻ ടൈഫോയിഡ് വന്ന് കിടപ്പിലാവുകയാണ്. അങ്ങനെ ടൈഫോയിഡ് പിന്നെ ന്യൂമോണിയ ആയി, ഏകദേശം നല്ല ക്രിട്ടിക്കലായി. നാട്ടിലൊക്കെ കൊണ്ടുവന്നു, ചികിത്സയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ വീണ്ടും അബ്രോഡിൽ പോയി. അവിടെ എത്തിയ ഉടനെ 2ാമത്തെ ദിവസം ഇയാളുടെ കാറ് വേറൊരു വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചിട്ട് കാർ ഒന്നായിട്ടും തരിപ്പണാണ്. ഒബ്വിയസ്ലി അവിടെ അയാൾ വിചാരിക്കുന്ന ഈ പുള്ളിക്കാരൻ എന്തോ കൂടോത്രം അല്ലെങ്കിൽ എന്തോ ഇയാള് നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് എന്നത്. അപ്പൊ സൈക്കോ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ, അങ്ങനെയാണ് ഇവിടെ ജുഡീഷ്യറിന്റെ പോലീസിന്റെ ഒന്നും ആവശ്യമില്ലല്ലോടാ, എല്ലാവർക്കും ആരോടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ, എന്ന് ചോദിച്ചു. നമ്മളതിങ്ങനെ സോക്രറ്റിക് ക്വസ്റ്റ്യനിങ് എന്നാണ് പറയുന്നത്. അതായത് കൂടോത്രം അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, അതാര് വിശ്വസിക്കുന്നു അവന് മാത്രമേ അത് ഫലിക്കത്തുള്ളൂ. നിങ്ങൾ എന്നാ ആലോചിച്ചു, കന്നിമൂല നമുക്കേ ഫലിക്കത്തുള്ളൂ. കാരണം കന്നിമൂലയിൽ വിശ്വാസമുള്ളവന് കന്നിമൂലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് അവൻ പ്രശ്നം ഉണ്ടാക്കും. ഈ ഗൾഫിലും ദുബായിലും അമേരിക്കയിലൊന്നും കന്നിമൂലയില്ലേ, അവിടെയുള്ള ആളുകൾ ജീവിക്കുന്നില്ലേ? അത്രേ ഉള്ളൂ. സോ അവിടെ എന്താ ഞാൻ ചെയ്തത്? സൈക്കോ എഡ്യൂക്കേഷനാണ്. അതും വേണ്ടി വരും. അതിൽ ആൾ ഓക്കെ ആയിട്ട്, അതിലും ഡീപ്പായിട്ട് കിടക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തെറപ്പി കൊടുത്ത് ഇറാഷണൽ ബിലീഫ് മാറ്റും. It emphasizes on growth as well as remediation. Growth ഉണ്ട്, remediation ഉണ്ട്. It focuses on providing therapeutic treatment to clients who experience a wide variety of symptoms. കണ്ടോ, wide variety of symptoms എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് therapeutic treatment കൊടുത്ത് അതിലൂടെ മാറ്റം വരുത്തുകയാണ്. It also one of the largest specialty areas within psychology. Psychology ഏറ്റവും ഒരു prominent ആയിട്ടുള്ള ഏരിയയുമാണ് counseling. Counseling is often performed face-to-face in confidential session between the counselor and client. Face-to-face ആയിട്ടാണ് ചെയ്യാം. ഏറ്റവും നല്ലത് face-to-face ആണ് കേട്ടോ. കാരണം നമുക്ക് അവിടെ നോൺ വെർബൽ ക്യൂസും, എപ്പോഴും എനിക്ക് ഓൺലൈൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ഓൺലൈൻ എടുക്കാറുണ്ട്. ഇപ്പൊ വിദേശത്തുള്ളവർക്കൊക്കെ ഞാൻ ഓൺലൈൻ തന്നെയാണ് എടുക്കാറുള്ളത്. പക്ഷെ ഏറ്റവും face-to-face ആണ് ഏറ്റവും ആപ്റ്റ്. However, counseling can also be undertaken by telephone, in writing, in these days of the internet, by email or video conferencing. Counseling can and take many different formats to bring a person to a better understanding for himself and others. ഒത്തിരി എന്താ പറയാ ഫോർമാറ്റ്സ് ഉണ്ട്, ഒത്തിരി രീതികളുണ്ട് കൗൺസിലിംഗിന്. ഓരോരുത്തരായിട്ടുള്ള രീതിയിലാണ് ചെയ്യാറുള്ളത്. It can therefore be seen that counseling can be of benefit of a person experiencing problem in finding, forming and maintaining relationships. കണ്ടോ, കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുകയാണ്. പ്രോബ്ലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുകയാണ്. എങ്ങനെ? അവരെ തന്നെ കണ്ടെത്താനും അവരെ തന്നെ ഫോം ചെയ്യാനും, റിലേഷൻഷിപ്പ് കണ്ടെത്താനും റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയുള്ള ബെനിഫിറ്റ് നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. It is the availability to listen and respond in a way that will help others to solve their own problem and attain their potential. കേട്ടിരിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ ആളുകൾ വരാറുണ്ട്. അതായത് ലിസൺ, നമുക്ക് കേട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നന്നായിട്ട് അവരെ കേട്ടിരിക്കുക, എന്നിട്ട് അവരുടെ പ്രോബ്ലം മനസ്സിലാക്കുക, അവരുടെ പൊട്ടൻഷ്യലിലേക്ക് അവരെ എത്തിക്കുക. ഇറ്റ് ഈസ് ആർട്ട് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ് അറൈവ് വിത്ത് ദ റൈറ്റ് ആൻസർ
by their own analysis of the situation and the facts. ഇതാണ് കേട്ടോ മെയിൻ പോയിന്റ്. ഒരു ആർട്ടാണ് ശരിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതായത് അവരെ കൊണ്ട് തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അനലൈസ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഒരു എന്ത് ചെയ്യിപ്പിക്കുകയാണ്, റൈറ്റ് ആൻസർ അല്ലെങ്കിൽ ഫാക്ട് ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്. അവിടെ മൊത്തം കഥകൾ കേട്ടിരുന്ന് അവരോട് തന്നെ ഓൾട്ടർനേറ്റീവ്സ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ ഏറ്റവും നല്ലത് അവരോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. It has to be done skillfully without an attempt to influence the values and beliefs of the client. കേട്ടോ, സ്കിൽഫുള്ളി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാണ് വാല്യൂസും ബിലീഫ്സ്. കേട്ടോ, കൂടോത്രം ചെയ്ത് നശിച്ചു പോവും എന്നുള്ള ഒരു ബിലീഫിനെ ഞാൻ സ്കിൽഫുള്ളി ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ യൂസഫ് അലിക്ക് അംബാനിക്കൊക്കെ കൂടോത്രം ചെയ്താൽ പോരെ, നശിച്ചു പോകൂലേ? അങ്ങനെ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യറിയുടെ ആവശ്യമുണ്ടോ? നമുക്ക് ഒരാളോട് വിരോധം തോന്നാൻ അയാൾ കൊല്ലണ്ടല്ലോ, അയാൾക്ക് വെറുതെ കൂടുതൽ ചെയ്താൽ പോരെ, അയാൾ നശിച്ചു പോലെ, വലിയ ചെലവൊന്നും ഇല്ലാന്നാ കേട്ടത്, കേൾക്കും 10,000 ഒക്കെ മതി അല്ലെ, താൻ അങ്ങനെ വരെ പറഞ്ഞു. ഞാൻ ഒരു 25,000 നക്കിയറ താൻ എനിക്കെതിരെ ചെയ്യും, നോക്കാനാ ഫലിക്കുമോ എന്ന്. ഇതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാണ്, കൗൺസിലിംഗ് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഡിസിപ്ലിനിൽ മറ്റ് മേഖലകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഇത് കൗൺസിലിംഗ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്നു, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം. എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക, എഡ്യൂക്കേഷനിലൂടെയും ഷോർട്ട് ടേം ട്രീറ്റ്മെന്റ്സിലൂടെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്. ഇവിടെ ഗ്രോത്ത്, ആ പേഴ്സന്റെ ഗ്രോത്ത് ആസ് വെൽ ആസ് റെമഡിയേഷനിലാണ് നമ്മൾ എംഫസിസ് കൊടുക്കുന്നത്. അവിടെ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ് വഴി എന്ത് ചെയ്യാണ്, സിംറ്റംസ് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സൈക്കോളജിയിൽ ഒരു ലാർജസ്റ്റ് സ്പെഷ്യാലിറ്റി ഏരിയ ആണ് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. ശരിക്കും കൗൺസിലിംഗ് ചെയ്യാൻ ഫേസ് ടു ഫേസ് ആയിട്ടാണ്, പക്ഷെ കത്തിലൂടെയും ഫോൺ കോളിലൂടെയും വീഡിയോ കോൺഫറൻസിലൂടെ ഒക്കെ നടക്കും. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം അനുഭവിക്കുന്ന പേഴ്സണ് ബെനിഫിറ്റ് കണ്ടെത്താണ്. എങ്ങനെ അയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാനും ഫോം ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒരു സ്കില്ലാണ് ലിസൺ ചെയ്യുക, ഒരു ആർട്ടാണ് മറ്റുള്ളവരുടെ റൈറ്റ് ആൻസർ അവരിലോട് തന്നെ അവർ അനലൈസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ കണ്ടെത്തുന്ന ഒരു ആർട്ടാണ് ശരിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതും എങ്ങനെ സ്കിൽഫുള്ളി അവരുടെ വാല്യൂസിനെയും ബിലീഫ്സിനെയും അറ്റംപ്റ്റ് ചെയ്യുകയാണ് കൗൺസിലിംഗിലൂടെ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഫ്രീ ക്ലാസ് ആണെന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യു പ്ലീസ് ആസ്ക്, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഇന്റെ സിലബസ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ, കാരണം നമ്മൾ എപ്പോഴും ഇനി നിങ്ങൾ സെക്കൻഡ് ഇയർ ആണ്, ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ് ശരിക്കും പഠിക്കേണ്ടത്. അപ്പൊ അത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടി നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞേ. ഡൗട്ട് ഇല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു തംസ് അപ്പ്, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് ബിസ്വാലോ 1996 defines counseling as a process of helping an individual to accept and to use information and advice so that she can either solve his her present problem or cope with it successfully. കണ്ടോ, ബിസ്വാലോ കൗൺസിലിംഗ് എങ്ങനെ, ഇപ്പോൾ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. അപ്പം ഡെഫിനിഷൻ ഇത് തന്നെ ആയിക്കോട്ടെ. ബിസ്വാലോ 1996 കൗൺസിലിംഗിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് to accept and use information and advice. കാരണം ഞാൻ കൊടുത്ത ഇൻഫർമേഷൻ എന്താണ്, കൂടോത്രം കൊണ്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, അഡ്വൈസ് ആർക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റില്ലെന്ന് അഡ്വൈസ് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഹി ഓർ ഷീ ക്യാൻ ഐദർ സോൾവ് ഹിസ് ഹർ പ്രസന്റ് പ്രോബ്ലം. കണ്ടോ, അതിലൂടെ പ്രസന്റ് പ്രോബ്ലം അല്ലെങ്കിൽ കോപ്പ് ചെയ്യാം സക്സസ്ഫുള്ളി. കൗൺസിലിംഗ് ഡിപ്പെൻഡ് ഹെവിലി ഓൺ ഇൻഫർമേഷൻ. ഇൻഫർമേഷനിലാണ് ഹെവിലി കൗൺസിലിംഗ് ഇരിക്കുന്നത്. അല്ലെ, ഒറ്റ ഇൻഫർമേഷനെ പാസ് ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്ന കാര്യം എന്തിനാ, നമുക്ക് ഒരാൾ തേച്ച് പോലീസ് പിടിക്കില്ല, ഒന്നും ചെയ്യില്ല, അയാൾക്കെതിരെ കൂടോത്രം ചെയ്താൽ പോരെ, കുറച്ച് കടപ്പുള്ള കൂടോത്രം തട്ടി തന്നെ പോകും. അതാണ് ഹെവിലി ഓൺ ഇൻഫർമേഷൻ. According to British Association for Counseling and Psychotherapy, counseling takes place when a counselor sees a client in a private and confidential settings to explore a difficulty a client is having, distress that the client may be experiencing, or perhaps the client's dissatisfaction with life or loss of a sense of direction and purpose. അത് അടുത്തൊരു ഡെഫിനിഷൻ ആണ്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി 2002 കൗൺസിലിംഗ് എവിടെയാ നടക്കുക? ഒരു കൗൺസിലർ ക്ലയന്റിനെ കാണാണ് ഒരു പ്രൈവറ്റ്, ഇതെന്റെ കൗൺസിലിംഗ് റൂം ആണ് കേട്ടോ, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള റൂമില്
കൗൺസിലർക്കാണ് അവിടെ എന്താ നടക്കുന്നത്, കോൺഫിഡൻഷ്യൽ സെറ്റിംഗ് ആണ്. അതായത് ഒരിക്കലും അവർ പറയുന്നത് പുറത്തോ വേറെ ആരും അറിയാത്ത രീതിയിലുള്ള സെറ്റിംഗ് ആണ്. എന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ക്ലയന്റിന്റെ ഡിഫിക്കൽട്ടി, ക്ലയന്റ് ഫേസ് ചെയ്യുന്ന ഡിസ്ട്രെസ്, എന്നിട്ട് ക്ലയന്റിന്റെ ജീവിതത്തിലുള്ള ഡിസാറ്റിസ്ഫാക്ഷന് അല്ലെങ്കിൽ ലോസ് ഓഫ് സെൻസ് ഒക്കെ മനസ്സിലാക്കി അവരുടെ ഡയറക്ഷൻ ആൻഡ് പേർപ്പസ് മനസ്സിലാക്കി അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോസസ് ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൗൺസിലിംഗ് ഒരു ക്ലയന്റിനെ എവിടെയാ കാണുന്നത്, പ്രൈവറ്റ് റൂമില് കോൺഫിഡൻഷ്യൽ സെറ്റിംഗ്സിൽ, എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യും വാട്ട് ഇസ് ക്ലയന്റ് ഹാവിംഗ്, ഡിസ്ട്രെസ് ആണോ, ഡിഫിക്കൽട്ടി ആണോ, ആൻഡ് maybe experiencing perhaps the dissatisfaction, client experiencing the dissatisfaction with the loss of life or loss of a sense, ഒരു ഡയറക്ഷൻ ഇല്ല, ഒരു പേർപ്പസ് ഇല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Okay, both American Counseling Association and Division 17 of American Psychology Association have defined counseling on numerous occasions. കണ്ടോ, APAയും ACAയും രണ്ടും കൗൺസിലിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ന്യൂമറസ് ഒക്കേഷൻ ആയിട്ടാണ്. നോക്കാം, കൗൺസിലിംഗ് ഇസ് എ പ്രൊഫഷൻ ആണ്. ഒരു കൗൺസിലിംഗ് ഒരു പ്രൊഫഷൻ ആണ്. ഐ എം എ കൺസൾട്ടന്റ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, എന്റെ പ്രൊഫഷൻ അതാണ്. കൗൺസിലിംഗ് ഡീൽ വിത്ത് പേഴ്സണൽ, സോഷ്യൽ, വൊക്കേഷണൽ, എംപവർമെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ കൺസേൺ. പേഴ്സണൽ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആൻസൈറ്റി, കൗൺസിലിംഗ് കൊടുക്കാം. സോഷ്യൽ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് കോളേജിൽ നിന്ന് ഭയങ്കര ബുള്ളിങ് നേരിടാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, സോഷ്യൽ പ്രോബ്ലം ആണ്. വൊക്കേഷണൽ, എന്ത് പഠിക്കണമെന്ന് അറിയില്ല, ആവറേജ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, വൊക്കേഷണൽ ആണ്. എംപവർമെന്റ് അല്ലെ, അവരെ എംപവർ ചെയ്യാൻ. എഡ്യൂക്കേഷണൽ കൺസേൺ, ഇതിനൊക്കെ നമ്മള് ആര് വന്ന് കാണാറുണ്ട്, ക്ലയൻസ് വന്ന് കാണാറുണ്ട്. Counseling is conducted with the persons who are considered to function within the normal range. Kind of counseling is conducted with the person who are considered functioning in within normal range. Insight ഉള്ള ഒരാൾക്ക് നമുക്ക് കൗൺസിലിംഗ്, അതായത് അവരാരാണെന്നും അവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവർക്ക് അറിയണം. അങ്ങനെയുള്ളവരെ മാത്രമേ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും അവർ ഓപ്പൺ അപ്പ് ആവാതെ, അവരവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ജ്യോതിഷമോ മനസ്സ് വായനയോ അവരുടെ ഉള്ളിൽ നടക്കുന്ന ഒന്നുമല്ല കേട്ടോ. A person must address his or her problem completely. എന്നാൽ മാത്രമേ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റൊരാൾ കൂട്ടിക്കൊണ്ടുന്ന ആളെ നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ബുദ്ധിമുട്ടാണ്. അവരെന്നെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയണം. അതാണ് who are considered to function with the normal range. നോർമൽ ആയിട്ട് ഇരിക്കുന്ന ആൾക്ക് മാത്രമേ നമുക്ക്, അതായത് ഒരു സൈക്യാട്രിക് പേഷ്യന്റിന്, ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ, എക്സ്ട്രീം ആയിട്ടുള്ള ഇൻസൈറ്റ് നഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റത്തില്ല. കൗൺസിലിംഗ് ഇസ് എ തിയറി ബേസ്ഡ് ആൻഡ് ടേക്ക് പ്ലേസ് ഇൻ സ്ട്രക്ചേർഡ് സെറ്റിംഗ് ആണ്. തിയറി ബേസ്ഡിലാണ്, ഓരോ തിയറി ബേസ്ഡിൽ, അപ്പൊ CBT ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഓരോ തിയറിക്കും ഓരോ രീതിയിലാണ്. അപ്പൊ തിയറി ബേസ്ഡിലാണ്, അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെറ്റിംഗ്സിലാണ് നടക്കുക. Counseling is a process in which client learn how to make decision and formulate new ways of behaving, feeling and thinking. കണ്ടോ, കൗൺസിലിംഗിൽ എന്താ സംഭവിക്കുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരെന്നെ ഒരു ഡിസിഷൻ എടുക്കാനും അവര് പുതിയ രീതിയിൽ ചിന്തിക്കാനും ബിഹേവ് ചെയ്യാനും ഫീൽ ചെയ്യാനും. ഇനിയിപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഇനി പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സംഭവിച്ചതാണ്, അല്ലാണ്ട് കൂടോത്രം ഒന്നും അല്ല എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാനും എനിക്ക് ഇപ്പൊ തന്നെ കുറെ, പുള്ളിക്കാരൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒത്തിരി ആശ്വാസമുണ്ട് ഇപ്പൊ കേട്ടപ്പോൾ. ഇതൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിയർക്കുക ചെയ്യുന്നത്, കാരണം അത്രയും പേടിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഇവിടെ മെയിൻ ആയിട്ട് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. പോയ ഉടനെ തന്നെ ഗ്രോത്ത്. അപ്പൊ ആ ഗ്രോത്ത് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, മറ്റേ ആൾക്ക് ഇടിവ് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി ഞാൻ കൊടുത്തപ്പം ഹി വാസ് വെരി ഓക്കെ. അവിടെയാണ് ന്യൂ ഡിസിഷൻ മേക്കിങ്ങിലും ഫോർമിംഗ് ന്യൂ വേസ് ഓഫ് ബിഹേവിംഗ്, ഫീലിംഗ് ആൻഡ് തിങ്കിങ് വരുന്നത്. Counseling encompasses various subspecialties. Now let us see how counseling is different from guidance. ഇനി കൗൺസിലിംഗ് ഗൈഡൻസ് നമ്മളെ വ്യത്യാസം നോക്കാം. അപ്പൊ APACയും കൂടി പറഞ്ഞിരിക്കുന്ന കുറച്ച് ഡെഫിനിഷൻ എന്തൊക്കെയാണ്. കൗൺസിലിംഗ് ഒരു പ്രൊഫഷൻ ആണ്. പേഴ്സണൽ, സോഷ്യൽ, വൊക്കേഷണൽ, എംപവർമെന്റ്, എഡ്യൂക്കേഷണൽ കൺസേണിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോർമൽ റേഞ്ചിലുള്ള ആളുകളെ മാത്രമാണ് നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുക. ഒരു സ്ട്രക്ചേർഡ് സെറ്റിംഗ്സിൽ ഒരു തിയറീനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൗൺസിലിംഗ് ഉണ്ടാവുക. അതുപോലെ തന്നെ കൗൺസിലിംഗ് വഴി നമ്മൾ ക്ലയന്റിനെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനും പുതിയ രീതിയിൽ ബിഹേവ് ചെയ്യാനും ഫീൽ ചെയ്യാനും തിങ്ക് ചെയ്യാനും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ ആണോ? ഇതായിട്ട് നമുക്ക് ആൻസർ ചെയ്താൻ വേണ്ടത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ 3 പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. കൗൺസിലിംഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കണം എന്നല്ല, ഇത് ജസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് നമ്മൾ പഠിക്കണം എന്നൊന്നുമില്ല, നമുക്ക് പഠിക്കാനുള്ളത് ഈ 3 പോയിന്റ്സ് ആണ്. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഒന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? എനിക്ക് സങ്കടം വരും കേട്ടോ. മനസ്സിലാവുന്നുണ്ട്, ബട്ട് എ ലിറ്റിൽ ബിറ്റ് സ്പീഡി. എന്തോ? മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ലിറ്റിൽ ബിറ്റ് സ്പീഡി. സ്പീഡി, ഓക്കെ. ഐ വിൽ റെഡ്യൂസ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയണം, എന്നാൽ മാത്രമേ എനിക്ക് സ്പീഡ് കുറച്ചിട്ടും എന്താ പറയാ, ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ്, അതുകൊണ്ടാട്ടോ. ഐ വിൽ റെഡ്യൂസ് മൈ സ്പീഡ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഒരാൾ മാത്രമാണ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയില്ലെങ്കിലും പറയാം. ഡു യു ഹാവ് എനി ഡൗട്ട്? എല്ലാരും ഓഡിബിൾ ആണോ? മാഡം ഇതേതിന്റെ ക്ലാസ് ആണെന്നൊന്ന് പറഞ്ഞുതരുമോ? ഏതിന്റെ ക്ലാസ് ആണെന്ന്? കൗൺസിലിംഗിന്റെ ക്ലാസ് ആണ്. കൗൺസിലിംഗ് 021. മനസ്സിലാവില്ലേ? എല്ലാരും അറ്റ്ലീസ്റ്റ് ഒരു തംസ് അപ്പ്. എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നില്ലേ? ഇനിയാണ് കൗൺസിലിംഗും ഗൈഡൻസും തമ്മിലുള്ള വ്യത്യാസം. ഒരാളെ ഗൈഡ് ചെയ്യുന്നതാണ് ഗൈഡൻസ്. കൗൺസിലിംഗ് ശരിക്കും ഗൈഡൻസ് അല്ല, രണ്ടും തന്നെയാണ്. ഓക്കെ. Guidance is a term used to denote the process of helping an individual to gain self-understanding and self-direction, self-decision making, so that he can adjust maximum to home, school or community environment. ഒരു ഗൈഡൻസ് കൊടുക്കാണ്, അതായത് ഹെൽപ്പ് ചെയ്യാണ് ഒരു ഇൻഡിവിജ്വൽ, അയാളെ തന്നെ മനസ്സിലാക്കാൻ, അയാൾക്ക് ഒരു സെൽഫ് ഡയറക്ഷൻ കിട്ടാൻ, അയാൾക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാം. അതാണ് ശരിക്കും അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയ. താൻ എബവ് ആവറേജ് ആണ്, സോ താൻ MBBS എടുത്തിട്ട് കാര്യമില്ല, അത് ഒത്തിരി പഠിക്കാറുണ്ട്, തനിക്ക് വേറെ ഏതാണ് താല്പര്യം. ഇതാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, സെൽഫ് ഡയറക്ഷൻ. ഇത് അവൻ ഇഷ്ടമുള്ള വിഷയം അവനെ കൊണ്ട് തന്നെ എടുപ്പിക്കുകയാണ്, സെൽഫ് ഡിസിഷൻ മേക്കിംഗ്, സോ ഹി ക്യാൻ അഡ്ജസ്റ്റ് മാക്സിമലി ഹോം, സ്കൂൾസ്, കമ്മ്യൂണിറ്റി ആൻഡ് എൻവയോൺമെന്റ്. അപ്പൊ അയാൾക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് കൗൺസിലിംഗ് ഗൈഡൻസ് എന്ന് പറയുന്നത്. ഗൈഡൻസ് ഇസ് ഗിവിംഗ് ഒരു റീഡർ വിഷൻ, ഒരു സൂപ്പർവിഷൻ, ഒരു ഡയറക്ഷൻ കൊടുക്കാണ്, ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് കൊടുക്കാണ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻസ്. ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് നമ്മളൊരു നേർമാർഗം അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗൈഡൻസ് എന്ന് പറയുന്നത്. ഗൈഡൻസ് ഇസ് ഗിവിംഗ് ലീഡർഷിപ്പ്, സൂപ്പർവിഷൻ, ഡയറക്ഷൻ ഓർ പ്രൊഫഷണൽ ഗൈഡൻസ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻസ്. Guidance has more to do with something that you are not sure, for something that you don't know about you, and you have someone who is familiar with explaining it to you, while counseling has something to do with something that you have trouble with. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഗൈഡൻസ്. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം പരിഹരിക്കുന്നതാണ് കൗൺസിലിംഗ്. Guidance has more to do with something that you are not sure, നിങ്ങൾക്ക് ഷുവർ അല്ലാത്ത, something that you don't know about you, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയാത്ത കാര്യം. അത് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ആൾ, അത് ഡീൽ ചെയ്യുന്ന ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നേരെ മറിച്ച് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ട്രബിളിന് എന്തെങ്കിലും ചെയ്തു തരുന്നത്. അതാണ് മെയിൻ വ്യത്യാസം. നിങ്ങൾ അറിയാത്ത ഒരു സാധനത്തിന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരുന്നതാണ് എന്ത്? ഗൈഡൻസ്. നേരെ മറിച്ച് എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു ട്രബിൾ, നിങ്ങൾക്ക് പ്രശ്നം, അയാൾക്ക് ആൻസൈറ്റി കാരണം വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, അത് ട്രബിളാ. അവിടെ ഗൈഡൻസ് കൊടുത്തിട്ട് കാര്യമില്ല, കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. someone who provides guidance offer you suggestion how to explore various alternatives. ഈ ഗൈഡൻസ് തരുന്നവര് എബോ ആവറേജ് അല്ലേ, നിനക്ക് ഏവിയേഷൻ എടുക്കാം, നിനക്ക് ഡിപ്ലോമ എടുക്കാം, ഇങ്ങനെ, അതായത് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് സജഷൻസ് കൊടുക്കുകയാണ്, എക്സ്പ്ലോർ ചെയ്യാൻ. അതായത് അവരെ പറ്റി അറിവില്ലാത്തൊരു വിഷയത്തിൽ നമ്മൾ അവർക്ക് സജഷൻ കൊടുക്കുകയാണ് ഗൈഡൻസ് ചെയ്യാൻ. Counseling may also offer suggestions. Counseling suggestion ഉണ്ടാവും, but it also try to teach you methods for reaching your goals and can help you determine what your goals are. കൗൺസിലിംഗിൽ നമ്മൾ ഗോൾ ഉണ്ടാക്കുകയും ആ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. മൂപ്പര ഗോൾ എന്ന് പറയുന്നത് പോയിട്ട് ഇനി പേടിയില്ലാതെ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. അപ്പൊ വണ്ടി ഓടിക്കുക എന്നുള്ളൊരു ഗോള് നമ്മൾ ഉണ്ടാക്കി കൊടുത്താണ്, അത് നമ്മൾ എക്സിക്യൂട്ടീവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴും ഏത് പേഷ്യന്റ് വന്നാലും ഒരു ഗോൾ ഉണ്ടാവും. നമ്മളിപ്പോ ഇന്നിപ്പോ വന്ന പേഷ്യന്റിന്
നമ്മൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇവിടെ ഗോള് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഗോളിനനുസരിച്ചിട്ടാണ് നമ്മൾ പോവുക. അതാണ് കൗൺസിലിംഗ് മേ ഓൾസോ ഓഫർ സജഷൻ, ബട്ട് ഇറ്റ് ഓൾസോ ട്രൈസ് ടു ടീച്ച് യു മെത്തേഡ് ഫോർ ടീച്ചിങ് യുവർ ഗോൾസ്, റീച്ചിങ് യുവർ ഗോൾസ് can help you determine what your goals are. നിങ്ങളുടെ ഗോൾസ് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുകയും അതിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുകയും കൂടെ ചെയ്യും കൗൺസിലിംഗ്. In practice, there may be no difference between the two. രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം കാണില്ല, നമ്മൾ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. Because it depends on how people practice each technique and how they interpret their skill. Guidance is pre-problem, that is, there is no specific problem that is identified in an individual. കണ്ടോ, എങ്ങനെ നമ്മൾ കാണുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. ഇവിടെ ഗൈഡൻസ് ഒരു പ്രോബ്ലം ഇല്ല, നമ്മൾ പ്രോബ്ലത്തിന് പ്രീ പ്രോബ്ലം ആണ്. അയാൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, എന്തെടുക്കണം, പ്രീ പ്രോബ്ലം ആണ്. സോ നമ്മൾ ഗൈഡ് ചെയ്യാണ്. നേരെ മറിച്ച് വെറും ആവറേജ് മാർക്കുള്ള പൈസ കൊടുത്ത് കാശ് കൊടുത്ത് MBBS സീറ്റ് വാങ്ങി പഠിക്കാൻ പറ്റുന്നില്ല, അത് പ്രോബ്ലം ആണ്. അവിടെ കൗൺസിലിംഗ് വേണ്ടി വരും. ഇത് എന്തെടുക്കണം എന്ന് അവർക്ക് നിശ്ചയമില്ലാത്തവർക്ക് നമ്മളടുത്ത് വരുമ്പോൾ ഗൈഡൻസ് ആണ്. അതാണ് ഗൈഡൻസ് ഇസ് പ്രീ പ്രോബ്ലം, കൗൺസിലിംഗ് ഇസ് ലൈക്ക് ഹാവിംഗ്. കുറെ പേര് ജോയിൻ ആവുന്നുണ്ട്, ആഡ് ആക്കട്ടെ. Counseling is post-problem, meaning a problem has already been identified and therefore the counselor help to address the problem but not to solve it. കണ്ടോ, കൗൺസിലർ ഹെൽപ്പ് ചെയ്യാണ്, പ്രോബ്ലം അഡ്രസ് ചെയ്യാൻ, സോൾവ് ചെയ്യാൻ നമ്മൾ ശരിക്കും നമ്മളല്ല സോൾവ് ചെയ്യുക, അവരെ കൊണ്ട് തന്നെ ആൾട്ടർനേറ്റീവ് ജനിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ജനിപ്പിച്ചിട്ട് നമ്മൾ അവരെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിപ്പിക്കാം. ബിക്കോസ് എന്റെ പ്രശ്നം എനിക്ക് മാത്രമേ അറിയുള്ളൂ, അതിന് ഓൾട്ടർനേറ്റീവ്സും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോ എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞ് അതെങ്ങനെ മറികടക്കാം എന്നുള്ള വഴികളും ഞാൻ പറഞ്ഞ് അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന ചൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിന് ഹെൽപ്പ് ചെയ്യാണ് ശരിക്കും കൗൺസിലിംഗിലൂടെ ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി പറയാം, ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ ഗൈഡൻസ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ ആണ്. അവരെ തന്നെ സെൽഫ് അണ്ടർസ്റ്റാൻഡ്, സെൽഫ് ഡയറക്ഷൻ, സെൽഫ് ഡിസിഷൻ മേക്കിംഗ്. സോ അവർക്ക് വീട്ടിലും സ്കൂളിലും കമ്മ്യൂണിറ്റിയിലും എൻവയോൺമെന്റിലും ഒക്കെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ആവാം. ഇവിടെ ഗൈഡൻസ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്, സൂപ്പർവിഷൻ ആണ്, ഡയറക്ഷൻ ആണ്. ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് ടു ഫ്യൂച്ചർ പ്രോബ്ലംസ് ആണ്. അതായത് ഫ്യൂച്ചർ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലേക്കാണ്, ഫ്യൂച്ചർ ആക്ഷൻസിലേക്കാണ് ശരിക്കും ഗൈഡൻസ് വഴി തുറക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത, നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യത്തിലേക്ക് വിഷൻ തുറന്നിട്ട് തരികയാണ് ഗൈഡൻസ്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല, പക്ഷേ കൗൺസിലിംഗ് നിങ്ങളുടെ ഒരു പ്രോബ്ലം, ഒരു ട്രബിളിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഗൈഡൻസ് എപ്പോഴും പ്രീ പ്രോബ്ലം ആണ്, ഒരു പ്രോബ്ലം ഇല്ല, അതിന്റെ മുന്നേ ആണ്. കൗൺസിലിംഗ് എന്താണ്, പോസ്റ്റ് പ്രോബ്ലം ആണ്. ഒരു പ്രോബ്ലം ഉണ്ട്, അതിനെ മറികടക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, അവരെ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതായത് അഡ്രസ് ദ പ്രോബ്ലം ബട്ട് നോട്ട് ടു സോൾവ് ഇറ്റ്. ആരാ സോൾവ് ചെയ്യുക, ക്ലയന്റ് തന്നെ. അവരെന്നെ അവരുടെ പ്രശ്നം മൊത്തം പറയും, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഓൾട്ടർനേറ്റീവ്സും നമ്മൾ അവരെ കൊണ്ട് ജനറേറ്റ് ചെയ്യും. അതിൽ അവർക്ക് ഏറ്റവും ആപ്റ്റായ ഒന്ന് അവരെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കും. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യും. ഓക്കെ ആണോ? ഒരു മിനിറ്റ്, ബാങ്ക് വിളിക്കുന്നുണ്ട്, 2 മിനിറ്റ്.
അപ്പൊ അടുത്ത കാര്യം നോക്കാം. കൗൺസിലിംഗ് ഇസ് നോട്ട് ഗിവിംഗ് ഒപ്പീനിയൻ. നമ്മളൊരു ഒപ്പീനിയൻ കൊടുക്കുകയോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയോ അഡ്വൈസ് കൊടുക്കുകയോ ഒന്നും അല്ല കൗൺസിലിംഗ്. ഇറ്റ് ഈസ് യൂസിംഗ് facilitative listening and questioning to allow the client to choose the best solution for them. മെയിൻ ആയിട്ടും അവരെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ ചെയ്താൽ പോരെ. അപ്പൊ ശരിക്കും കൂടോത്രം എന്നൊരു സാധനം ഉണ്ടോ? അങ്ങനെ ഒരാളെ നശിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ടു allow the client to choose the best solution for a problem. Counseling is based on wellness model rather than a medical model. വെൽനെസ് മോഡലാണ്, ഒരു മെഡിക്കൽ മോഡൽ അല്ല. വെൽബീങ് ആണ് ഉണ്ടാക്കുന്നത്. ഒരാളുടെ ഒരു മാനസിക ഉന്നമനത്തിലേക്കാണ് നമ്മൾ എത്തിക്കാൻ വേണ്ടി നോക്കുന്നത്. Authors such as Hershenson and Strain and Palmo, Sosh and Wikil emphasize that counselors are concerned about the client's environment with a more global view than other professionals, as well as concern that goes beyond treating dysfunction or pathology and dealing with the client's self-awareness, personal growth and wellness. വീണ്ടും ഒരു ഡെഫിനിഷൻ വരികയാണ്. എന്താണ്? നമ്മുടെ ഓതേഴ്സ് ആയിട്ടുള്ള ഹെർഷൻസൺ, സ്ട്രെയിന്, പാൽമോ, ഷോഷ്, വെയ്ക്കൽ ഇവരൊക്കെ പറയുന്നത് കൗൺസിലർ ആർ കൺസേൺ അബൌട്ട് ദ ക്ലയന്റ്സ് എൻവയോൺമെന്റ്. ക്ലയന്റിന്റെ എൻവയോൺമെന്റ് ഒരു വളരെ എന്താ പറയാ ഒരു ഘടകമാണ് കേട്ടോ. ഒത്തിരി വീട്ടില് പ്രശ്നമാണ് അല്ലെ, അച്ഛനും അമ്മയും ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊന്നും ഫലിക്കത്തില്ല. ഇപ്പൊ നമ്മൾ എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഒരു ക്ലയന്റിനോട് പറഞ്ഞു, ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാ. അപ്പം ഈ കുട്ടിയാണെങ്കിൽ ഒട്ടും ഓർത്തഡോക്സും അല്ല. അപ്പൊ രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാരണം കുട്ടിക്ക് ഡിപ്രഷനിലേക്ക് വരികയാണ്. സോ ഞാൻ പറഞ്ഞു മാറി താമസിക്കാൻ. പേരൻസിനോട് പറഞ്ഞു പഠിക്കാൻ പോട്ടെ, നിങ്ങൾ വിട്ടേക്ക്. കാരണം ആ ഫാമിലി തന്നെ ആള് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് ക്ലയന്റ്സ് എൻവയോൺമെന്റ് വിത്ത് എ മോർ ഗ്ലോബൽ വ്യൂവിലാണ് നമ്മൾ നോക്കാം ദാൻ അതർ പ്രൊഫഷണൽ, ആസ് വെൽ ആസ് കൺസേൺ ദാറ്റ് ഗോസ് ബിയോണ്ട് ട്രീറ്റിംഗ് ഡിസ്ഫങ്ഷൻ ഓഫ് പാത്തോളജി. അവിടെ ആ പാത്തോളജി മാറ്റുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, വീണ്ടും അത് തിരിച്ചു വരാതിരിക്കുക. ഡീലിംഗ് ദ ക്ലയന്റ് സെൽഫ് അവയർനെസ്, കേട്ടോ, പേഴ്സണൽ ഗ്രോത്തിലേക്ക്, വെൽനെസ്സിലേക്ക് എത്തിക്കാം. വെറും ആ ഒരു രോഗം വന്ന് പിന്നെ ആ ഒരു ചെറിയ പ്രശ്നം മാറ്റാൻ മാത്രമല്ല. അതുകൊണ്ടാണ് കേസ് ഹിസ്റ്ററിയിൽ നമ്മൾ അവരുടെ പൂർവ്വകാലം മുതൽ തുടങ്ങും, കുട്ടിക്കാലം മുതൽ ഉള്ള കാര്യങ്ങൾ തുടങ്ങും. ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു, അമ്മയോടും അനിയത്തിയോടും ഭയങ്കര വെറുപ്പെന്ന് വെച്ചാൽ മുഖത്തേക്ക് നോക്കാൻ പോലും ഇഷ്ടമായി. അപ്പം അമ്മയാണത് ആദ്യം ചെയ്തപ്പോൾ മനസ്സിലായത്, ഈ രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ ഈ മൂത്ത കുട്ടിക്ക് 8 വയസ്സായിരുന്നു പോലും പ്രായം. അപ്പോ പറഞ്ഞു, ഞാനിങ്ങനെ അമ്മ പ്രസവിച്ച് കിടക്കുന്നിടത്ത് കയറി ചെന്നപ്പം അമ്മയുടെ അടുത്തൊരു കുഞ്ഞുവാവ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ തന്നെ എന്റെ അമ്മായി പറഞ്ഞു, ഇനി വേണ്ട, ഇനി കുഞ്ഞുവാവനെ മാത്രം മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് എന്റെ അമ്മ ചിരിച്ചു. ഈ ചിരിച്ചത് കുട്ടിയുടെ ഉള്ളിൽ കിടക്കുക. ഓരോ ഇൻസിഡന്റ് കഴിയുന്നോറും, അതായത് കുഞ്ഞിനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ അവോയ്ഡൊന്നല്ല, സാധാരണ അമ്മമാർ ചെയ്യുന്ന കാര്യങ്ങളും ഡീപ്പ് ഇൻസൈഡ് കിടക്കാണ്. അതായത് ഈ കുഞ്ഞിന്റെ ഉള്ളിൽ ഈ അമ്മ ചിരിച്ച കാര്യം അത്രയും ഡീപ്ലി കിടക്കാണ്. സോ കൗൺസിലിംഗിൽ അങ്ങനെ ആ റൂട്ട് പോകും. ആ റൂട്ടിൽ നിന്ന് അത് വേരോടെ മാന്തി എടുത്ത് കൊണ്ടുവരാൻ ചെയ്യും. അതാണ് ബിയോണ്ട് ട്രീറ്റിംഗ് ഡിസ്ഫങ്ഷൻ പാത്തോളജി എന്ന് പറയാൻ കാരണം അതാണ്. അതായത് വെറും ആ ഇപ്പോൾ ഉള്ള രോഗ കാരണം ഒഴിവാക്കല്ല, അയാളെ പേഴ്സണലി ഗ്രോത്തിലേക്ക് കൊണ്ടുവരാ, അയാളെ നമ്മൾ എന്ത് ചെയ്യാണ്, വെൽനെസ്സിലേക്ക് എത്തിക്കുകയാണ്, അയാളെ പറ്റി അയാൾക്ക് ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. Guidance refers to the act of process of guiding
Guidance is a type of counseling such as the provided for students seeking advice about vocational and educational matters. Educational matters ഒരു കുറച്ച് അറിവ് വേണം. അപ്പം സൈക്കോളജി പഠിക്കാൻ താല്പര്യമുള്ള എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഗൈഡൻസ് ആണ്. ഒരു എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഏരിയ ആയിട്ട് നമുക്ക് പറയാം ഗൈഡൻസിന്. കൗൺസിലിംഗ് ഒരിക്കലും അങ്ങനെയല്ല. അവരെ നമ്മൾ കേൾക്കുകയാണ്, അവരുടെ രോഗകാരണമായിട്ടുള്ള കാരണം ഒഴിവാക്കുകയും. മെയിൻ ഗോൾ അതാണ്. അപ്പം നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് അവർക്ക് ആ രോഗം ഇപ്പോൾ ഉള്ളതിന്റെ സിംറ്റംസ് സബ്ഡ്യൂ ചെയ്യാൻ. പക്ഷെ അതോടെ നിർത്തൂല. അവർക്ക് ഇതിന്റെ മൂലകാരണമായിട്ട് വന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാവും, അതിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി അത് റിസോൾവ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പേഷ്യന്റിനെ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അതുവഴി ആൾക്ക് വെൽനെസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഗൈഡൻസും കൗൺസിലിങ്ങും എന്താണെന്നുള്ളത് ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഗൈഡൻസും കൗൺസിലിംഗ് എന്താണെന്നുള്ളത്. ഗൈഡൻസും കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലായോ? ഗൈഡൻസ് അറിയാത്ത കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. കൗൺസിലിംഗ് എന്താ പറയാ, ഒരു പ്രശ്നത്തിന് പരിഹാരം അവരെ കൊണ്ട് തന്നെ. വെരി ഗുഡ്. അതാണ് അവർക്ക് അറിയാത്ത, അവർക്ക് ഷുവർ അല്ലാത്ത കാര്യങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് ഗൈഡൻസ്. അല്ല, ഓൾറെഡി ഉള്ള ഒരു പ്രോബ്ലം അവരെ കേട്ട് അവരെ മനസ്സിലാക്കി അവരിലൂടെ തന്നെ അവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോസസ് ആണ് കൗൺസിലിംഗ്. ഓക്കെ, അതൊരെപ്പോഴും ഒരു രോഗത്തിനാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഗൈഡൻസ് നമ്മൾ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ചെയ്യാറുള്ളത്. ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞു ഓക്കെ ആണോ എന്ന്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗൈഡൻസ്. ഗൈഡൻസിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? വീണ്ടും അതന്നെയാട്ടോ. ഗൈഡൻസ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് സച്ച് ദാറ്റ് ഇറ്റ് ഇസ് regular service ആണ്, which is required at every stage for every person, not only for the problematic situation and abnormal people. കണ്ടോ, ഒരു പ്രോബ്ലം ഉള്ള ആൾക്കോ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കോ ഒന്നും വേണ്ട മാത്രം സാധനമല്ല ഗൈഡൻസ്. ഒരു റെഗുലർ സർവീസ് ആണ്, ആർക്കും എപ്പോഴും കൊടുക്കുക. അതിനൊരു പ്രോബ്ലം വേണമെന്നോ ആൾക്കൊരു രോഗം വേണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. It is a positive program geared to meet the needs of all people. എല്ലാ പീപ്പിളിനും ഗിയർ ഒന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് പ്രോഗ്രാം ആണ് ഗൈഡൻസ്. ഇറ്റ് ഈസ് നീഡഡ് റൈറ്റ് ഫോർ ഏർലി ചൈൽഡ്ഹുഡ്, അഡോളസൻസ് ത്രൂ അഡൽട്ട്ഹുഡ് ആൻഡ് ഓൾഡ് ഏജ്. കണ്ടോ, ചൈൽഡ്ഹുഡ് മുതൽ അഡോളസൻസിലും അഡൽട്ട്ഹുഡിലും ഓൾഡ് ഏജിലും ഒക്കെ വേണ്ട ഒരു സാധനമാണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബോത്ത് ജനറലൈസ്ഡ് ആണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസും ഉണ്ട്. ജനറലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാറുണ്ട്. നമ്മളിപ്പോ അഡോളസൻസ് കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ജനറലൈസ്ഡ് ആണ്. സൈക്കോളജി എടുക്കാൻ പോകുന്നവർക്ക് കൊടുക്കുന്നത് സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ ജനറലൈസ്ഡ് സർവീസ് ബിക്കോസ് ടീച്ചർ, ലെക്ചർ, അഡ്വൈസർ, ഡീൻസ്, പാരന്റ്സ് ആൻഡ് എൽഡേഴ്സ് ഓൾ പ്ലേ എ പാർട്ട് ഇൻ ഗൈഡൻസ്. അല്ലെ, എല്ലാവരും ഓരോ പാർട്ട്. ഇപ്പോഴും ഫാമിലി കേസ് ഒക്കെ വരുമ്പോൾ ഞാൻ ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും ഒക്കെയാണ് വിളിച്ച് ചോദിക്കാറുള്ളത്. അവർ ലോയേഴ്സ് ആണ്. കണ്ടോ, ടീച്ചേഴ്സും ലെക്ചേഴ്സും അഡ്വൈസേഴ്സും പാരന്റ്സും ഒക്കെ നമുക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. It is a generic term as it includes information given and research activity. ഒരു generic term ആണ്. ഇൻഫർമേഷൻ കൊടുക്കുക, റിസർച്ച് ആക്ടിവിറ്റി ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. It is a specialized service because specially qualified personnel as counselors, psychiatrists, psychologists join hands to help individuals to adjust to the environment. ഇപ്പൊ പാരന്റിംഗ് ക്ലാസ് ഒക്കെ ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. ഇവിടെ തണൽ എന്നൊരു പ്രോഗ്രാം, അഫാസ് വെൽനെസിന്റെ ഒരു പ്രോഗ്രാമാണ് തണൽ എന്നുള്ള പ്രോഗ്രാം. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രോഗ്രാമാണ്. അതിൽ നമ്മൾ ഫ്രീ ആയിട്ട് പാരന്റിംഗ് സെഷനും അഡോളസൻസ് സെഷനും ആണ് കൊടുക്കാറുള്ളത്. കോഴിക്കോടുള്ള മിക്ക സ്കൂളുകളിലും നമ്മൾ പോവാറുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഏത് ജനറൽ ഗൈഡൻസ്, സ്പെസിഫിക് ഗൈഡൻസ്. ഇപ്പൊ പോസിറ്റീവ് പാരന്റിങ് എന്താണ്, അഡോളസൻസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താന്നൊക്കെ നമ്മൾ പോലെയുള്ള പ്രൊഫഷണൽസ് ആണ്. സോ അതെന്താണ്, സ്പെഷ്യലൈസ്ഡ് ഗൈഡൻസ് ആയിട്ട് വരും. Thus, we see that guidance is more information oriented and address the developmental issues. ഒരാളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഗൈഡൻസ്. അപ്പൊ എന്താണ് ഗൈഡൻസ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, റെഗുലർ സർവീസ് ആണ്. രോഗം ഉള്ള ആൾക്ക് മാത്രമൊന്നല്ല, പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഇല്ലാത്തവർക്കും അബ്നോർമൽ അല്ലാത്തവർക്കും ഒക്കെ നമുക്ക് ഗൈഡൻസ് കൊടുക്കാം. ഒരു പോസിറ്റീവ് പ്രോഗ്രാം ആണ്, ഒരു പീപ്പിളിന്റെ നീഡ്സിന്റെ ഒരു ഗിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന. അതായത് ചൈൽഡ്ഹുഡിലും അഡോളസൻസിലും അഡൽട്ട്ഹുഡിലും ഓൾഡ് ഏജിലും ഒക്കെ കൊടുക്കേണ്ടി വരും. ജനറലൈസ്ഡ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ഉണ്ട്. ജനറലൈസ്ഡ് ആണ് ആർക്കും കൊടുക്കാം, ഒരു ടീച്ചറിനും പാരന്റിനും ഒക്കെ കൊടുക്കാം. ഓക്കെ, എന്തിനു പറയുന്നു,
ഇപ്പൊ ചേട്ടാ ഈ വഴി എനിക്ക് എന്താ അറിയില്ല, മോൾ അതിലെ പോയിട്ട് ഇതിലെ പോകുന്ന, അത് ഗൈഡൻസ് ആണ്. നമുക്ക് നോട്ട് ഷെയർ അല്ലാത്ത കാര്യം അവിടെ ഉറപ്പിച്ച് പറയാം. അതാണ് ആർക്കും ഗൈഡ് ചെയ്യാം. അത് ജനറൽ ഗൈഡൻസ് ആണ്. സ്പെസിഫിക് ഗൈഡൻസ് ടോപ്പിക്കിനെ പറ്റി. ഇപ്പൊ നിപ്പ വന്നപ്പോ നിപ്പ ഫസ്റ്റ് ട്രീറ്റ് ചെയ്ത ഡോക്ടർ വന്നിട്ടാണ് നമുക്ക് പറഞ്ഞത് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അത് സ്പെസിഫിക് ഗൈഡൻസ് ആണ്. ഒരു പാരന്റിങ്, പോസിറ്റീവ് പാരന്റിങ് ഞാനാണ് പറയേണ്ടത്, സ്പെസിഫിക് ഗൈഡൻസ് ആണത്. അല്ലെങ്കിൽ ഒരു ലോനെ പറ്റിയിട്ട് ലോയേഴ്സ് ആണ് പറയുന്നത്, സ്പെസിഫിക് ഗൈഡൻസ് ആണ്. അപ്പം ഡെവലപ്മെന്റൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഗൈഡൻസ്. ഓക്കെ ആണോ? ഇനി അടുത്തത് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി. Psychotherapy or personal counseling with a psychotherapist, it is an interpersonal relationship. Intentional അവരറിഞ്ഞുകൊണ്ട് ഇന്റൻഷൻ എടുത്തിട്ട് ഇന്റർപേഴ്സണൽ ഞാനും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് യൂസ്ഡ് ബൈ എ ട്രെയിൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് ടു എയ്ഡ് എ ക്ലയന്റ് ഓർ പേഷ്യന്റ് വിത്ത് എ പ്രോബ്ലം ഓഫ് ലിവിങ്. കേട്ടോ, ഒരു ജീവിതത്തിൽ ഒരു പ്രോബ്ലം അനുഭവപ്പെടുകയാണ്, അവർക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ഇന്റൻഷണൽ ആയിട്ട് ഇന്റർപേഴ്സണൽ ആയിട്ട് റിലേഷൻഷിപ്പിലൂടെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി. പേഴ്സണൽ കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്നൊക്കെ പറയും. Traditionally, it focuses on serious problems associated with intrapsychic, internal and personal issues and conflict. Traditionally, our serious problems are that intrapsychic, internal, personal issues and conflict. ഇപ്പം ആ പേടി കാരണം ആൾക്ക് ഉറങ്ങാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇന്നിപ്പോ വന്നു ബ്രേക്കപ്പ് ആണ് ഇഷ്യൂ, ബ്രേക്കപ്പ് കാരണം പറ്റുന്നില്ല. അപ്പൊ എന്തും അവർക്ക് സീരിയസ് പ്രോബ്ലം ആണ് ഇൻട്രാസൈക്കിക്, ഇന്റേണൽ, പേഴ്സണൽ ഇഷ്യൂസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. Characteristically, it emphasizes the following issues. Psychology counseling focus ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ആണ്. The past more than the present. ഞാൻ പറയല്ലേ, തന്റെ 8 വയസ്സില് അമ്മായി പറഞ്ഞപ്പോ അമ്മ ചിരിച്ചതാണ് അവിടെ കിടക്കുന്നത്. The past, present അല്ല, നമ്മളെ പാസ്റ്റ് ആണ് നോക്കുക. ഇൻസൈറ്റ് മോർ ദാൻ ചേഞ്ച്. ചേഞ്ചിനെക്കാളും നിങ്ങളുടെ പ്രശ്നം ഇതാണ്, ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ശരിക്കും കൂടോത്രം ഒന്നും ഒരു സാധനം ഇല്ല, നിങ്ങൾ അത് വിശ്വസിച്ചതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നത്. ഇൻസൈറ്റ്. ദ ഡിറ്റാച്ച്മെന്റ് ഓഫ് ദ തെറാപ്പിസ്റ്റ് അറ്റാച്ച് ആവില്ല. അവർ കരയാണെങ്കിൽ നമ്മൾ നോക്കിയിരിക്കത്തുള്ളൂ. ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറിന്റെ ബോക്സ് എപ്പോഴും ഉണ്ടാവും. അവർ കരയാണെങ്കിൽ ടിഷ്യൂ എടുത്ത് കൊടുക്കും, നമ്മളൊന്നും എക്സ്പ്രസ് ചെയ്യാതെ അവരെ നോക്കിയിരിക്കും. നമ്മൾ ഒരിക്കലും അറ്റാച്ച് ആവില്ല, കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ദ തെറാപ്പിസ്റ്റ് റോൾ ആസ് എൻ എക്സ്പേർട്ട്. ശരിക്കും ഒരു ഫസ്റ്റ് സെഷനിൽ തന്നെ അവർക്ക് നല്ല വ്യത്യാസം വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാത്തൊരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാണ്. ലൈക്ക് അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ലൈക്ക് ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം, അതെ ഇതിനുള്ള കാരണം ഇതാണ്. അപ്പൊ ആ കറക്റ്റ് വരും, യെസ് ഇത് തന്നെയാണ് എനിക്ക് സംഭവിക്കുന്നത്, സോ ഇത് ഇവർക്ക് അറിയാം, ഇവര് പറയുന്നത് ശരിയായിരിക്കും. അത്രയേ ഉള്ളൂ. തെറാപ്പിസ്റ്റ് റോൾ ആസ് എൻ എക്സ്പേർട്ട്. Psychotherapy usually involves a long-term relation that focus on reconstructive change. Psychotherapy usually involves a long-term relation. ഒരു 18 സെഷനെങ്കിലും വേണ്ടിയൊക്കെ വരും, 12 to 18. ഇനിയിപ്പോ അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രശ്നം അവർ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും, അല്ലെങ്കിൽ മറ്റു ക്ലയൻസിനെ അവർ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. Okay, it is provided in both outpatient കൊടുക്കാറുണ്ട്, inpatient സെറ്റിംഗ്സിലും കൊടുക്കാറുണ്ട്. Whereas counseling dealing with minor problems of daily living and is usually provided in outpatient settings. അവിടെ ഔട്ട്പേഷ്യൻ ഇൻപേഷ്യന്റ് കൊടുക്കാറുണ്ട്, പക്ഷെ ഇൻപേഷ്യൻസിനെക്കാളും ഔട്ട്പേഷ്യൻ ആണ്. കാരണം നിത്യജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് മെയിൻ ആയിട്ടും കൗൺസിലിംഗ് അഡ്രസ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഇൻപേഷ്യന്റ് സെറ്റിംഗ്സിനെക്കാളും ഔട്ട്പേഷ്യന്റ് സെറ്റിംഗ്സിലാണ് കുറെ കൂടെ കൊടുക്കാറ്. അപ്പൊ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്താണ്? സൈക്കോതെറാപ്പി അല്ലെങ്കിൽ പേഴ്സണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് ഒരു ട്രെയിൻഡ് സൈക്കോതെറാപ്പിസ്റ്റും ഒരു പ്രോബ്ലം ഉള്ള പേഷ്യന്റും തമ്മിൽ. ഇവിടെ ട്രഡീഷണലി അത് ഫോക്കസ് ചെയ്യുന്നത് സീരിയസ് പ്രോബ്ലംസ് ആണ്. ഒരു മനുഷ്യനുണ്ടാവുന്ന ഇൻട്രാസൈക്കിക്, ഇന്റേണൽ, പ്രൊഫഷണൽ ആൻഡ് കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് നമ്മൾ പേഴ്സണൽ, പ്രൊഫഷണൽ എല്ലാ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ നോക്കുക. 4 ക്യാരക്ടറിസ്റ്റിക്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പാസ്റ്റിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുക, പ്രസന്റിനേക്കാളും. ഇൻസൈറ്റ് ആണ് ഉണ്ടാക്കി കൊടുക്കുക, ചേഞ്ചിനേക്കാളും. ഡിറ്റാച്ച്മെന്റ് ആയിട്ടാണ് തെറാപ്പിസ്റ്റ് ഇരിക്കുക. തെറാപ്പിസ്റ്റിന്റെ റോള് ഒരു എക്സ്പേർട്ടിനെ പോലെയാണ്. അവിടെ ഒരു റീകൺസ്ട്രക്റ്റീവ് ചേഞ്ച് ആണ് ഉണ്ടാക്കുന്നത്. അവിടെ റീകൺസ്ട്രക്ട് ചെയ്യാം, അതായത് അവരെ തന്നെ ഒരു പുതുക്കി പണിയുന്ന പോലെയാണ്. ഇവിടെ ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ്. ഔട്ട് പേഷ്യന്റിലും ഇൻപേഷ്യന്റിലും കൊടുക്കാറുണ്ട്, മെയിൻ ആയിട്ടും ഔട്ട് പേഷ്യന്റിലാണ് ഫോക്കസ് കൊടുക്കാറ്. ഓക്കെ ആണോ?
ഓക്കെ ആണോ? പറഞ്ഞു. അപ്പം ഇനി പറയാൻ പോകുന്നത് ഹോൾമാർക്സ് ഓഫ് എ കൗൺസിലർ. ഒരു കൗൺസിലറിന്റെ ഹോൾമാർക്സ് എന്തൊക്കെയാണ്? എഫക്റ്റീവ് കൗൺസിലിംഗ് ഇസ് ടു വേ സ്ട്രീറ്റ് ആണ്. ഒരു നല്ല കൗൺസിലിംഗ് ടു വേ സ്ട്രീറ്റ് ആണ്. It takes a cooperative effort by both the person receiving counseling and the counselor, and it takes a commitment to make sometimes difficult changing in behavior or thinking pattern. ശരിക്കും ഒരു ടു വേ പ്രോസസ് ആണ്. രണ്ടുപേരും ഒരേപോലെ, നമ്മൾ ആദ്യം പറയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇങ്ങനെയാണ് എഴുതി വെക്കുക. ഒരു കേസ് നമ്മൾ റഫായിട്ട് ഇങ്ങനെയാണ് എഴുതി വെക്കുക, കുറെ കോഡായിട്ടുള്ളത്. അത് അവരെ പോയി കഴിഞ്ഞാൽ ഈ 12 പേജിലേക്ക് മാറ്റി എഴുതണം. അത് അപ്പത്തന്നെ എഴുതണം, അല്ലെങ്കിൽ മറന്നുപോകും. ഫുൾ അവരെ മുന്നിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. സോ നമ്മൾ കോപ്പറേറ്റീവ് ആയിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യാവുന്നത് കൗൺസിലിംഗ് റിസീവ് ചെയ്യുന്ന ആളും കൗൺസിലർ ഇത്രയും അവർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ടും അവർ ഇത്രയും എഴുതി വരുന്നുണ്ട്, അത് അവരുടെ എഫേർട്ട്. രണ്ടു കൂട്ടരും ശരിക്കും ഒരു ടു വേ സ്ട്രീറ്റ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചാൽ മാത്രമാണ് എഫക്റ്റീവ് കൗൺസിലിംഗ് ഉണ്ടാവുക. ഓക്കെ, അവിടെ കമ്മിറ്റ്മെന്റ് തന്നെയാണ് ശരിക്കും ഉണ്ടാക്കുന്നത്. ഡിഫിക്കൽട്ട് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ തിങ്കിങ് പാറ്റേൺ അല്ലെ, കൂടോത്രം ചെയ്താൽ നശിച്ചു പോകും, അല്ലെങ്കിൽ എന്താണ് തേപ്പ് എന്ന് പറഞ്ഞ അത്രയും വൃത്തികെട്ടതാണെന്നൊക്കെ ഒരു കോർ ബിലീഫിനെയാണ് നമ്മൾ പോളിഷ് ചെയ്ത് പോകണം. അത് ഡിഫിക്കൽട്ടായിട്ട് ചിലപ്പം നമുക്ക് എന്താ പറയാ, ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, ആളുകളെ നോക്കി മാസ്റ്റർബേറ്റ് ചെയ്യണം, അത് ചെയ്താലേ ഉറക്കം കിട്ടുന്നുള്ളൂ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്നൊക്കെ പ്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. ആൾക്ക് ഒത്തിരി ഓക്കെ ആയിട്ടോ, പിന്നെ ആൾ പെട്ടെന്ന് നിർത്തി. കാരണം വീണ്ടും ഒരു ഔട്ട് ബ്രേക്ക് വന്നു. അതിന് ഓൺലൈൻ ആയിരുന്നു. എത്രത്തോളം സക്സസ് ആവും നമുക്ക് എന്തായാലും ആ ഒരു പ്രശ്നമൊക്കെ ഒത്തിരി ഓക്കെ ആയിട്ടുണ്ട്. അതാ പറയുന്നത്, നല്ല എഫേർട്ട് എടുക്കണം. ഇപ്പൊ അയാളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് നിർത്തുകയാണ് ചെയ്തത്. അപ്പൊ അതാ പറഞ്ഞ, രണ്ടുപേരും അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല കേട്ടോ. ഒറ്റയടിക്ക് നിർത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പകുതി വഴിയിൽ നിന്ന് പോകുന്നപ്പോഴേക്കാം. അത് കോപ്പറേറ്റീവ് എഫേർട്ടാണ്. കൗൺസിലിംഗ് റിസീവ് ചെയ്യുന്ന ആളും കൗൺസിലറും അവിടെ നമ്മൾ കമ്മിറ്റ്മെന്റ് എടുക്കുകയാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ തിങ്കിങ് പാറ്റേൺ മാറ്റാൻ. The term counselor has numerous meaning. ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ numerous meaning ഉണ്ട്. Most often it is used to describe someone who is a therapist, which could mean a licensed clinical social worker, a marriage and a family counselor, a psychologist, or even a psychiatrist who conducts regular therapy sessions. അപ്പോൾ ആരാണ് ശരിക്കും കൗൺസിലർ? ഒരു തെറപ്പിസ്റ്റ് ആണ്, ലൈസൻസ് ആയിട്ടുള്ള ക്ലിനിക്കൽ സോഷ്യൽ വർക്കർ ആവാം, ഒരു മാരേജ് ആൻഡ് ഫാമിലി കൗൺസിലർ ആവാം, ഒരു സൈക്കോളജിസ്റ്റ് ആവാം, ഈവൻ തെറപ്പി സ്ഥിരമായിട്ട് കൊടുക്കുന്ന സൈക്യാട്രിസ്റ്റ് പോലും സ്വന്തമായിട്ട് അയാളെ കൗൺസിലർ എന്ന് പറയാറുണ്ട്. കൗൺസിലർ ഇസ് ഓൾസോ എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ലോയേഴ്സ്. കൗൺസിലിംഗ് കൊടുക്കുന്ന ലോയേഴ്സ് ഉണ്ട്, ഹു അഡ്വക്കേറ്റ് ഫോർ അതേഴ്സ് ഇൻ കോർട്ട് ഓർ ഗീവ് ലീഗൽ അഡ്വൈസ്. ലീഗൽ അഡ്വൈസ് കൊടുക്കുന്നവരെയും കൗൺസിലർ എന്ന് പറയാറുണ്ട്. എ പേഴ്സൺ വർക്കിംഗ് ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് എ സ്റ്റേറ്റ്, അല്ലേ? നമ്മുടെ നാട്ടിലെ കൗൺസിലർ, പേഴ്സൺ വർക്കിംഗ് അറ്റ് എ ചിൽഡ്രൻസ് ക്യാമ്പിലും കൗൺസിലർ ഉണ്ടാവാറുണ്ട്. അറ്റ് എ സ്കൂൾ ടു ഗിവ് അക്കാഡമിക് അഡ്വൈസ് ഓർ ഫോർ എ ചർച്ച്, എല്ലാ സ്ഥലത്തും കൗൺസിലേഴ്സ് ഉണ്ടാവാറുണ്ട്. An effective counselor can identify negative thinking patterns such as feeling of sadness, depression or anxiety. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലേഴ്സിന് കറക്റ്റ് നെഗറ്റീവ് തിങ്കിങ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ പാറ്റേൺ ഏതൊക്കെയാണ്, സാഡ്നെസ് ഏതൊക്കെയാണ്, ഡിപ്രഷൻ ഉണ്ടോ എന്നൊക്കെ ഞൊടിയിടയിൽ തന്നെ മനസ്സിലാക്കാം. By encouraging you to build upon a personal strength and suggesting skills that can overcome self-inflicted feelings of hopelessness, a counselor can help you develop a more positive attitude. കണ്ടോ, ഒരു പേഴ്സണൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യിപ്പിക്കും നിങ്ങളുടെ ഹോപ്പ്ലെസ്സിൽ നിന്ന്. ഡിപ്രഷന്റെ സിംറ്റമായിട്ട് ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലായ്മ. ഈ പ്രതീക്ഷയില്ലായ്മ എന്ന ഫീലിംഗ് ഓവർകം ചെയ്യാൻ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ സഹായിക്കും ഒരു കൗൺസിലർ. A good counselor can assist you in making positive change in your relationship with others. റിലേഷൻഷിപ്പിലൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാം. അസർട്ടീവ്നെസ് ആണ് മെയിൻ. ഇപ്പം അതുപോലെ ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു. യെസ്, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അമ്മായിയപ്പൻ വളരെയധികം എന്താ പറയാ ആധിപത്യം സ്ഥാപിക്കുകയാണ്, ടച്ച് ചെയ്യുന്നുണ്ട്. അവളത് ആദ്യം വിചാരിച്ച കുട്ടിയല്ലേ, എന്റെ മുന്നിൽ നിന്ന് പോലും പുള്ളിക്കാരൻ ടച്ച് ചെയ്തു. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, ഇയാൾ ഓക്കെ ആണോ ആ ടച്ചിന് എന്ന്. എനിക്കത് അത്ര ഓക്കെ ആയില്ല. അപ്പൊ ചോദിച്ചപ്പോഴാണ് കുട്ടി ഓപ്പൺ അപ്പ് ആവുന്നത്, ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. തന്റെ പ്രശ്നം താൻ അയാളോട് തന്നെ കൃത്യമായിട്ട് അസർട്ടീവായിട്ട് വിളിച്ചു പറയുന്ന റെക്കോർഡ് ചെയ്തിട്ട് എന്നെ കേൾപ്പിച്ചായിരുന്നു. അത് മതിയായിരുന്നു എനിക്ക്, അത്രയാണ്.
assist you in making positive change in your relationship with others. മെയിൻ ആയിട്ട് റിലേഷൻഷിപ്പ് നന്നാക്കി തന്നെ ഒന്നും വേണ്ട. അതുപോലൊരു കേസായിരുന്നു. മരുമകൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഫാമിലി കേസായിരുന്നു. മരുമകൾ പറയുന്നത് എന്റെ ഡ്രസ്സിലോ എന്റെ ഒരു സാധനത്തിലോ എനിക്ക് അവകാശമില്ല, ലൈക്ക് ഞങ്ങളുടെ ആങ്ങളെ വാങ്ങി തന്നല്ലേ, ഞങ്ങളുടെ മോൻ വാങ്ങി തന്നല്ലേ എന്നുള്ള രീതിയിൽ ഈ പെങ്ങന്മാര് ഈ പെൺകുട്ടിയുടെ ഡ്രസ്സസ് എടുത്തുകൊണ്ടോ അവളുടെ ആക്സസറീസ് എടുത്തുകൊണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്തൊരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അവൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതായിരിക്കും. അപ്പൊ ഈ മെഹർ ഗൾഫിൽ പോകുമ്പോ മെഹർ തിരിച്ചു, ഐ മീൻ മെഹർ ഇവിടെ വെച്ചിട്ട് പോണം, അത് ചേച്ചി ഇടുന്ന് പറഞ്ഞപ്പോഴാണ് അവള് പൊട്ടിത്തെറിച്ചത്. അപ്പൊ ആദ്യമേ അതൊന്ന് കട്ട് ചെയ്താൽ മതിയായിരുന്നു. അതായത് എന്റെ സാധനങ്ങൾ നിങ്ങളുടെ ബ്രദർ എനിക്ക് വാങ്ങി തരുന്നത് അയാളുടെ അവകാശമാണ്, കാരണം ഞാൻ അയാളുടെ വൈഫാണ്. സോ എന്തായാലും പുള്ളിക്കാരൻ എനിക്ക് വാങ്ങി തരണം. അതിലെങ്ങനെയാണ് നിങ്ങൾക്ക് അവകാശം? അത് എനിക്ക് വാങ്ങിച്ചത് സാധനമല്ലേ, എന്റെ സമ്മതം കൂടാതെ നിങ്ങൾ അത് എടുക്കാൻ പാടില്ല എന്ന് ഒറ്റ വാക്ക് അവിടെ പറഞ്ഞാൽ തീരും. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുക. റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ അസർട്ടീവ്നെസ് ആണ്. കാരണം ആ ഒരു സർക്കിളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുട്ടികൾ, നമ്മൾ വരുന്ന സർക്കിളിലേക്ക് ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് കയറി വരുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ എന്താണ് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുക റിലേഷൻഷിപ്പില്. ഹെൽപ്പിംഗ് യു റെക്കഗ്നൈസ് ബിഹേവിയേഴ്സ് ദാറ്റ് മേ ബി കോൺട്രിബ്യൂട്ടിംഗ് ടു എ ട്രബിൾസം റിലേഷൻ. കണ്ടോ, ട്രബിൾസം റിലേഷൻഷിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കും. ഇവിടെ പെൺകുട്ടിയുടെ ബിഹേവിയർ എന്ന് വെച്ചാൽ ഒരക്ഷരം മിണ്ടൂലായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതെനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചീത്ത പറയുമ്പോൾ അത് വേഗം എടുത്തു കൊടുക്കുക. ഇത് അവരെ കൊണ്ട് റെക്കഗ്നൈസ്, നിങ്ങളുടെ അവകാശമാണത്, ഔദാര്യമൊന്നും അല്ല എന്നുള്ള മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കൂല കേട്ടോ. ഇവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. യുവർ കൗൺസിലർ can teach you effective ways of communicating. എങ്ങനെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. Clearing the way for honest exchange with the people in your life who may be causing you emotional pain. Emotional pain ഉണ്ടാക്കുന്നവരെ എങ്ങനെ ഡീൽ ചെയ്യാം. Counselor skills would certainly include knowledge of the psychological theories underpinning our understanding of the human experience. തിയറി വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഫാമിലി തെറാപ്പിയിൽ ഒരു സർക്കിൾ വെച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും ചിൽഡ്രൻ ആണ്. അടുത്ത സർക്കിൾ എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ പാരന്റ്സും വൈഫിന്റെ പാരന്റ്സും ആണ്. അടുത്തത് ഹസ്ബൻഡിന്റെ സിബ്ലിങ്സും വൈഫിന്റെ സിബ്ലിങ്സും. അടുത്തതാണ് അതേഴ്സ്, നമ്മുടെ കുടുംബക്കാര്, കൂട്ടക്കാര് എന്നൊക്കെ പറയുന്നത്. ഇവരാരും ഒരു സർക്കിളിലേക്ക് കയറി വരാൻ പാടില്ല. തിയറി വെച്ചിട്ടാണ് നമ്മൾ മിക്ക കേസിലും ഞാൻ വരച്ചെന്നെ കാണിച്ചു കൊടുക്കും. നിങ്ങൾ ഇവരെ നിങ്ങളുടെ സർക്കിളിലേക്ക് കയറ്റി വിടുന്നത് കൊണ്ടാണ്. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തോളൂ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴോ നിങ്ങളുടെ തീരുമാനത്തിലോ നിങ്ങളുടെ മക്കളതിലോ അപ്പുറമുള്ളവരെ ഈ ഒരു സർക്കിളിലേക്ക് കൂട്ടരുത്. തിയറി വെച്ചിട്ടാ പറഞ്ഞു കൊടുക്കുക. അതാണ് അവർക്കുള്ള പ്രോബ്ലം എന്ന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പഠിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ പ്രിമാരിറ്റൽ കൗൺസിലിംഗ് ഇല്ലാത്ത പ്രശ്നം കൂടിയാണ് കേട്ടോ. Without understanding using the techniques proponents of a particular theory often become a robotic and can diminish a client's experience of counseling. തിയറി അറിയില്ലെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റില്ല. ഒരു തിയററ്റിക് ബേസ് ഇല്ലാണ്ട് നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് 6 മാസം കൊണ്ട് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അത് can diminish a client's experience of clients. കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. Counselor must have an awareness of theories of personality and abnormal personality. Counselor should be aware of multicultural issues. Personality പറ്റിയും കൾച്ചറിനെ പറ്റിയും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ബോധം വേണം. എന്താന്ന് പറയാൻ കാരണം, ഒരു ഫാമിലി കേസിൽ എന്നോട് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഓൾ എന്റെ ഉമ്മാനെ നോക്കേണ്ട ആളല്ലേ, ഇസ്ലാമിൽ അതല്ലേ പറഞ്ഞിട്ടുള്ളത്, എന്റെ ഉമ്മാനെ നോക്കണം. ഞാൻ പറഞ്ഞ അല്ല, ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഉമ്മാനെ നിങ്ങളാണ് നോക്കേണ്ടത് എന്ന്, അല്ലാതെ അമ്മായിമ്മനെ നോക്കണമെന്ന് ഇസ്ലാമിന് പറഞ്ഞിട്ടില്ല. ഇനി ഭർത്താവിന്റെ വീട്ടില് ഭാര്യ താമസിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകം ചേംബർ ഒരുക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ കൾച്ചറാണ്. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണം എന്നുള്ളത് ഇന്ത്യൻ കൾച്ചറാണ്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലാതെ ഇസ്ലാമിക് കൾച്ചർ അല്ല. ഇതാണ്. അല്ലെങ്കിൽ ഓള് മഹറിന്റെ മുഖത്തേക്ക് ഊരി വലിച്ചെറിഞ്ഞു. മഹർ അങ്ങനെ ഊരി വെക്കാൻ പറ്റുമോ? ഈ മഹർ എന്ന് പറയുന്നത് മുസ്ലിംസിന്റെ താലിയാണ്. ലൈക്ക് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ്. ശരിക്കും മഹർ എന്ന് പറയുന്ന സ്ത്രീ ആവശ്യപ്പെടുന്ന എന്തു മഹറാണ്. അത് ചിലപ്പോൾ ചെമ്പോ പാത്രമോ ബുക്കോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിട്ടുള്ള ഫാത്തിമ ബീവിക്ക് അലി റളിയല്ലാഹു കൊടുത്തിട്ടുള്ളത് പാത്രങ്ങളായിരുന്നു മഹറായിട്ട്. പറഞ്ഞു മഹർ ഊരി വെക്കുക എന്ന് പറയുന്നത്
ഇസ്ലാമിന് പ്രശ്നമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി കൾച്ചർ. അത് നമ്മൾ ഹിന്ദുയിസത്തിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതാണ്. ഹിന്ദുസിന് താലി ഭയങ്കര പ്രധാനമാണ്. അവരതങ്ങനെ ഊരി വെക്കാറില്ല. ഭർത്താവ് മരിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്താണ് താലി ഊരി വെക്കാറ്. അത് കൾച്ചറാണ്. അത് നമ്മുടെ ഇസ്ലാമിക് കൾച്ചറല്ല, അത് ഇന്ത്യൻ കൾച്ചറാണ്. അതാണ് നമ്മൾ എല്ലാത്തിനെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, മൾട്ടി കൾച്ചറൽ ഇഷ്യൂസും പേഴ്സണാലിറ്റിയും അബ്നോർമാലിറ്റിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കും. ഒക്കെ ആയിട്ടുള്ള കൗൺസിലിംഗിൽ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കൊണ്ടാ നമ്മളെ അടുത്തേക്ക് വരാം. ഫാമിലി കേസ് നല്ല രസമാണ്, പക്ഷെ സങ്കടം തോന്നും. കാരണം ഒത്തിരി പോലും ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അറിയാത്ത പ്രശ്നങ്ങളാണ് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുക. നല്ല രീതിക്ക് ഫാമിലി കേസസ് വരുന്നുണ്ട് കേട്ടോ. ഫാമിലി തെറാപ്പി ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു ഫാമിലി കേസ് സൈക്കോളജി അല്ലേ നിങ്ങൾ പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഒരു ഫാമിലി കേസ് നിങ്ങൾ വരികയാണെങ്കിൽ റെമഡിയൽ ആയിട്ട് എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ എഫക്റ്റീവ് കൗൺസിലിംഗ് എന്താണ്? ഒരു 2-way സ്ട്രീറ്റ് ആണ്. അത് കോപ്പറേറ്റീവ് എഫേർട്ട് ആണ് കൗൺസിലറും കൗൺസിലറും ക്ലയന്റും തമ്മിലുള്ളത്. കാരണം അവരുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രശ്നം മാറ്റാൻ ഞാനും അവരും കൂടി ശ്രമിക്കണം. ഞാൻ മാത്രം ശ്രമിച്ചാലൊന്നും മാറത്തില്ല കേട്ടോ. ഇവിടെ കൗൺസിലർ എന്ന ടേമിന് ഒത്തിരി മീനിങ്സ് ഉണ്ട്. പലരും കൗൺസിലറും സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും അഡ്വക്കേറ്റും ഒക്കെ കൗൺസിലർ തന്നെയാണ്. അതായത് അഡ്വൈസ് കൊടുക്കുന്ന ആരും കൗൺസിലർ തന്നെയാണ്. പക്ഷെ സൈക്കോളജി ഒരു പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്യുമ്പോൾ അത് സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. അത് മെയിൻ ആയിട്ടും ക്ലിനിക്കൽ സോഷ്യൽ വർക്കർ, മാരേജ് ഫാമിലി കൗൺസിലർ, സൈക്കോളജിസ്റ്റ് ഒക്കെയാണ് ആ കാറ്റഗറിയിൽ വരാം. ഇനി ഒരു എഫക്റ്റീവ് കൗൺസിലറിന് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സാഡ്നെസ് ആണോ, ഡിപ്രഷൻ ആണോ, ആൻസൈറ്റി ആണോ എന്ന്. ഇവിടെ നമ്മൾ അവരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഈ ഹോപ്പ്ലെസ്നെസ് പോലെയുള്ള ഫീലിംഗിൽ നിന്ന് അവരുടെ പേഴ്സണൽ സ്ട്രെങ്ത്തിലൂടെ അവരുടെ പോസിറ്റീവ് വാല്യൂസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗുഡ് കൗൺസിലർക്ക് നിങ്ങളുടെ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അതായത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ നിങ്ങളുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി അത് പരിഹരിച്ചു തരാൻ നമ്മളെ കൊണ്ട് പറ്റും. അത് എങ്ങനെയാണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇമോഷണൽ പെയിൻ ഉണ്ടാക്കുന്നവരെ എങ്ങനെ ഡീൽ ചെയ്യാം. ഫാമിലി ഇഷ്യൂസ് പകുതിയും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. നമുക്ക് എങ്ങനെ അത് പറയണം എന്ന് അറിയില്ല. കൊച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, കൊച്ചു വിളിച്ചിട്ട് ചോദിച്ച് ഉപ്പ എന്നെ തൊടുന്നത് ശരിയല്ല. അപ്പൊ പറഞ്ഞു ഞാൻ ചെറിയ മോളായിട്ട് ചെറിയ കുട്ടീനെ ഇങ്ങനെയാണോ ഡീൽ ചെയ്യാൻ? ഞാൻ ചെറിയ കുട്ടിയില്ല, ഞാൻ 10-25 വയസ്സുള്ള ഒരു കുട്ടിയാണ്. എന്നെ അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ 1-2 കാര്യങ്ങൾ ഉമ്മ കാണണ്ടെന്ന്. ഉമ്മ കാണുമ്പോൾ എന്തിനാ ഉപ്പ എന്നെ വിട്ടിട്ട് പോകുന്നു? ചെറിയ കുട്ടിയാണെങ്കിൽ ഉപ്പയ്ക്ക് എന്നെ ഉമ്മ കാണുമ്പോഴും പ്രശ്നമില്ലല്ലോ. ഞാനിതൊക്കെ സോക്രറ്റിക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. കൊച്ചിന് ഡൗട്ടായിരുന്നു ഇത് ബാഡ് ടച്ച് ആണോ എന്നൊക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, പിന്നെ ഉപ്പ ലൈക്ക് ഉമ്മ ഞാൻ ഇങ്ങനെ കേസ് എടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ മനസ്സിലായി ഉമ്മ കാണുമ്പോൾ വിടും മാഡം, എന്നെ വിട്ടാളയും അല്ലെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കും അങ്ങനെയൊക്കെയുള്ള. അപ്പൊ എന്റെ മുന്നിൽ ടച്ച് ചെയ്തു. അപ്പൊ അതെനിക്ക് തോന്നില്ല. അപ്പൊ ഞാനതിങ്ങനെ ഇപ്പൊ അതൊക്കെ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോ അവൾ എന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അയാൾ സോറി പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യത്തില്ല, മോളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതോടെ ആ പ്രശ്നം അവിടെ എന്തായി, നല്ല രീതിക്കാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഓൾസോ വാസ് വെരി ഹാപ്പി. അതായത് അസർട്ടീവ് ആയിട്ട് പറയാനാണ് അതാ ചെയ്തത്. നമ്മൾ അവർക്ക് കൃത്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് തന്നെ അത് ഒന്നും എന്താ പറഞ്ഞു കൊടുക്കണമെന്നൊന്നും പറഞ്ഞു കൊടുക്കൂല കേട്ടോ. അവരോട് അവരുടെ ഇഷ്ടത്തിന് സംസാരിച്ചോളാണെന്ന് പറയാം. കൗൺസിലർ സ്കിൽ സർക്കിൾ ഇൻക്ലൂഡ് എന്താണ്? സൈക്കോളജിക്കൽ തിയറീസ്. ഒരു സൈക്കോളജിക്കൽ തിയറിയിലാണ് നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ തിയറി ഇല്ലെങ്കിൽ അത് ക്ലയന്റിന്റെ എക്സ്പീരിയൻസ് ഓഫ് ക്ലയന്റ് കൗൺസിലിംഗ് ഡീപ്ലി ഷേപ്പിക്കും. ഓക്കെ, അപ്പൊ ഒരു കൗൺസിലർ ആയിട്ടിരിക്കുമ്പോൾ പേഴ്സണാലിറ്റി എന്താണ്, അബ്നോർമൽ പേഴ്സണാലിറ്റി എന്താണ്, മൾട്ടി കൾച്ചറൽ ഇഷ്യൂ എന്താണ് ഒക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ പ്രൊഫഷൻ, പിന്നെ നമ്മൾ റാഷണൽ ആയിരിക്കണം. ഒരു റാഷണൽ ആയിട്ടുള്ള ക്ലയന്റിന് ഇറാഷണൽ ആക്കാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് പറ്റും. നമ്മൾ റാഷണൽ ആയിരിക്കണം. നമ്മൾ ഈ കൾച്ചറൽ സാധനങ്ങളിലൊക്കെ ഞാൻ പറയില്ലേ, എന്റെ ഉമ്മാനെ നോക്കാനുള്ള ആ വിശ്വാസത്തിൽ ഇരിക്കുന്ന ആളാണ് ഞാനെങ്കിൽ എന്റെ കൗൺസിലിംഗ് എഫക്റ്റീവ് ആവില്ല. അല്ല, നിങ്ങൾ ഉമ്മാനെ നോക്കാനുള്ള ആളല്ല. നിങ്ങൾ ഉമ്മാനെ നോക്കാനുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഒരു ഹോംനെസ് വെച്ചാൽ പോരെ. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? 10-25,000 കിട്ടിക്കഴിഞ്ഞ ഒരു ഹോംനെസ് കിട്ടും. നിങ്ങളുടെ ഉമ്മാനെ നോക്കാനുള്ള ഒരു വേലക്കാരിയോ ജോലിക്കാരിയോ അല്ല. രാമക്കളെ കെട്ടിക്കല് ഉമ്മാക്ക് വയ്യാണ്ടാവും. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ നോക്കാനുള്ള ഒരാളായിട്ടാണ് പാർട്ട്ണറെ കാണുന്നത്. വെരി ഡിഫിക്കൾട്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട്
എന്താ പറയാ സോക്രട്ടിക് ക്വസ്റ്റ്യനിങ്ങും അഡ്വൈസും ഒക്കെ കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുക. ഒട്ടും പറ്റുന്നില്ല റിക്കവർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഡൈവോഴ്സ് തന്നെ പറയാറുണ്ട് ചില കേസസിൽ. ബിക്കോസ് ഡൈവോഴ്സ് നടക്കുന്നത് കമ്മ്യൂണിറ്റി അൺഹെൽത്തി അല്ല, ഹെൽത്തി കമ്മ്യൂണിറ്റിയാണ്. അതായത് യോജിച്ച് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള രണ്ടാളുകൾ പിരിയുന്നതാണ്. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? അതും കൂടെ പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവും. ആയിട്ടാണ് എടുക്കുക. നാളെ ക്ലിനിക്കലിന്റെ പേപ്പർ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് എടുക്കുക കേട്ടോ. നാളെ ക്ലിനിക്കലിന്റെ പേപ്പർ ആയിരിക്കും. രണ്ടു കൂട്ടരും കേൾക്കണേ, എന്നാൽ മാത്രമേ ഈ ഒരു സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് ആഴത്തിലൊരു ബന്ധം വരത്തുള്ളൂ കേട്ടോ. റെഗുലർ ക്ലാസ് ഒരു 15 ശേഷം റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്നെയോ മെന്ററിനെയോ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ കൗൺസിലിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് രണ്ടിന്റെ ക്ലാസ്സും കിട്ടും, ക്ലിനിക്കൽ ആണെങ്കിലും കൗൺസിലിംഗിന്റെ ക്ലാസ്. അത് രണ്ടും ഒരു സൈക്കോളജി വിദ്യാർത്ഥി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കും അറിയണം. രണ്ടും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങളുടെ ഏതെങ്കിലും നമ്മൾ ഒരു 10 ദിവസത്തോളം ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കും, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാം. അപ്പോ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.